എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ആയിട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. ഇതിനു മുമ്പ് ഞാനൊരു ബീഫ് റോസ്റ്റ് ഇട്ടിരുന്നു, അതായത് കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് റോസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് അത് കണ്ടിട്ടില്ല തോന്നുന്നു. അപ്പോൾ കാണാത്തൊരു കണ്ടോളൂ കേട്ടോ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നാടൻ രീതിയിലുള്ള ബീഫ് കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബീഫിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ച കാരണമാണ് ഇതുപോലെ ഇരിക്കണത് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. ഗരം മസാല തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യണേക്കാളും നല്ലത് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. ഈ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതാണ്. ഇത് മതി. ഇതിനിപ്പോൾ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. അതിനുശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല. ഈ ബീഫ് വെന്ത് വരുമ്പോൾ, അതായത് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്തോട്ട് വരും. ആ വെള്ളത്തിലായിരിക്കും ഈ ബീഫ് കുക്കായിട്ട് വരിക. അടച്ചു വെക്കാം. പിന്നെ ബീഫിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ എടുക്കണ ബീഫിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചില ബീഫ് കുക്കായിട്ട് വരാൻ ഒരുപാട് സമയം പിടിക്കും. ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു 3 വിസിൽ വരണവരെ കുക്ക് ചെയ്തെടുക്കാം. ബീഫ് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഞാനിവിടെ 1 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നോൺ വെജൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളി ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും നമുക്ക്. പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഞാനിപ്പോൾ 2 കഷ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 10-15 വെളുത്തുള്ളി. ഇതിലിപ്പോൾ വലുതും ചെറുതൊക്കെ ഉണ്ട്. വലുതൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 എണ്ണം എടുക്കുക. ഇപ്പോൾ ബീഫൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 4-5 തണ്ട് കറിവേപ്പില. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. നമ്മൾ നേരത്തെ ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച സമയത്തും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു. പിന്നെ ഈ സവാളയും ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തും വെക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/4 കപ്പ് നാളികേരക്കൊത്ത് ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും. പ്രത്യേകിച്ച് നാടൻ കറികൾക്കൊക്കെ നോൺ വെജൊക്കെ തയ്യാറാക്കുമ്പോൾ നാളികേരക്കൊത്ത് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ സവാളയും ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചു എടുത്തിട്ടുണ്ട്. ഇപ്പം 3 വിസിൽ വന്ന് കംപ്ലീറ്റ് പ്രഷർ പോയി. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിരുന്നില്ല. ഇതിപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് കുക്കായിട്ടില്ല. ഒരു 1/4 ഭാഗം ഈ ബീഫ് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. ബാക്കി നമ്മൾ മസാലയിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കണത്. ഇതിനെ മാറ്റി വയ്ക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ശരിക്കൊരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഈ നാളികേരക്കൊത്ത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ സവാളയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കിടന്ന് ഫ്രൈ ആയിക്കോളും. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ബീഫ് കുക്ക് ചെയ്ത സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഈ സവാളയും ചെറിയുള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് മൺചട്ടി ആയ കാരണം ശ്രദ്ധിച്ച് ഇളക്കേണ്ടി വരും. മൺചട്ടിയിലൊക്കെ നമ്മൾ എന്താ പറയുക, കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തേക്ക് എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുക എന്ന് തന്നെ പറയാമല്ലേ. ഇപ്പം ഈ സവോള ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഗരം മസാല, പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറണ വരെ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒരുപാട് വേണ്ട കേട്ടോ, ഞാനൊരു ചെറിയ തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം എന്തിനാണ് ഒഴിച്ചതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും. എന്നാലും അടിയിലൊക്കെ പിടിക്കാനൊക്കെയുള്ള സാധ്യതയും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ കടായൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ആവരുത്. അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഈ തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് വരണം അതുവരെ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഞാനിത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ തക്കാളി നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിയോട് കൂടി തന്നെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബീഫ് നമ്മൾ ഫുള്ള് കുക്ക് ചെയ്തെടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗം മാത്രമാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഈ മസാലയിൽ ഇട്ടതിന് ശേഷമാണ് കുക്ക് ചെയ്തെടുക്കണത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഇതിൽ ഗ്രേവി കുറവാണ്. ഞാനിനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കണത്. ഞാനിപ്പോൾ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത കാരണം തിളച്ച് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറിയുടെ കംപ്ലീറ്റ് ടേസ്റ്റ് പോവും. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അത്രയും നല്ലതാണ്. ബീഫിൽ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കാനും ബീഫ് നന്നായിട്ട് വെന്ത് വരാനും അത് സഹായിക്കും. ടേസ്റ്റും കൂടി നമ്മുടെ ബീഫിന്. ഇനി ഇത് നന്നായിട്ട് ഇരുന്ന് വെന്ത് ചാറൊക്കെ നന്നായിട്ട് കുറുകി വരട്ടെ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്ക് എത്ര ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ഗ്രേവി ആക്കിയിട്ടില്ല. ഒരുപാട് വെള്ളം പോലെ ആക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും ഈ ഗ്രേവി. ഇപ്പം തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ്. ഇത് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷൻ തന്നെയാണ്.
അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ പറ. ബൈ പറഞ്ഞേ. ഗുഡ് ബൈ.